ടേസ്റ്റി ആയിട്ടുള്ള പെപ്പർ റൈസ് അഥവാ കുരുമുളക് സാദം എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് നന്നായി ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളി നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ട് വരണം, അതുവരെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. ഈ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് നമ്മൾ ഇതിലിടുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുക്കുക. ഈ അളവ് 1 കപ്പ് ചോറിനുള്ളതാണ്. നല്ല പൊന്നി അരിയോ അല്ലെങ്കിൽ ബാസ്മതി അരിയോ വെച്ചിട്ട് നമ്മൾക്കിത് ഉണ്ടാക്കാം. 1/4 ടേബിൾ സ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം എപ്പോഴും ലോയിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ, അല്ലെങ്കിൽ പൊടികളെല്ലാം കരിഞ്ഞു പോവും. ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു കപ്പ് ചോറാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. പൊന്നി അരി വെച്ച് ചെയ്തിരിക്കുന്ന ചോറാണ്. ചോറ് വേവിക്കുമ്പോൾ തന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ അഥവാ ഉപ്പിടാതെയാണ് വേവിച്ചതെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കുക. ചൂടാറിയ ചോറ് വേണം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ ചോറ് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിത്തഴ കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പെപ്പർ റൈസ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. താങ്ക് യു.